ഗർഭിണികൾ പാലിൽ കുങ്കുമപ്പൂവ് കലക്കി കഴിച്ചാൽ വെളുത്ത കുഞ്ഞുണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. അതും കശ്മീരി കുങ്കുമപ്പൂവിനാണ് ഡിമാൻഡ് കൂടുതൽ. കശ്മീരിലെ കുങ്കുമപ്പൂവിന്റെ ഗുണവും മൂല്യവും പ്രശസ്തവുമാണ്. സുന്ദരികളായ റാണിമാരുടെയും ധനികരുടെയും സൗന്ദര്യ സംരക്ഷണത്തിൽ കുങ്കുമപ്പൂവിന് ഗണ്യമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കശ്മീരിൽ കുങ്കുമപ്പൂവിന്റെ പേരിൽ ചില കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. പണ്ടുകാലത്ത് കശ്മീരിലെത്തിയ സൂഫി വര്യന്മാർക്ക് മലയേറിയ പിടിപെട്ടിരുന്നു. ചികിത്സ തേടി ഗ്രാമമുഖ്യന്റെ വീട്ടിലെത്തി. അദ്ദേഹം പാമ്പൂരിലെ ഗോത്രവർഗ്ഗക്കാരനെ വിളിപ്പിച്ച് ചികിത്സ നടത്തി. അസുഖം മാറ്റിയ ഗോത്രവർഗ്ഗക്കാരന് സൂഫി വര്യന്മാർ 2 കിഴങ്ങുകൾ സമ്മാനിച്ചു. അതിവിശിഷ്ടമായ കിലോയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള കുങ്കുമപ്പൂവിന്റെ കിഴങ്ങുകളായിരുന്നു ഇത്. ഇപ്പോഴും കുങ്കുമം പറിക്കും മുൻപ് കശ്മീരികൾ സൂഫി വര്യന്മാരെ പ്രാർത്ഥിക്കാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്ററെങ്കിലും ഉയരമുള്ള തണുപ്പുള്ള വർഷത്തിൽ 40 മുതൽ 45 സെന്റിമീറ്ററെങ്കിലും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കുങ്കുമം കൃഷി ചെയ്യുന്നത്. ഉള്ളിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഇവയുടെ കിഴങ്ങ് തണുപ്പിനെ അതിജീവിച്ച് മണ്ണിനടിയിൽ കിടക്കുകയും അനുയോജ്യമായ കാലാവസ്ഥയിൽ മുളപൊട്ടി വരികയും ചെയ്യുന്നു. അതിമനോഹരമായ വയലറ്റ് പൂക്കളിൽ നിന്നും ഉന്തി നിൽക്കുന്ന ജനിതന്തുക്കൾ നീണ്ട ചുവന്ന നാരുകൾ പോലെ കാണപ്പെടുന്ന പൂക്കളിൽ നിന്നും ഇത് ശ്രദ്ധാപൂർവ്വം വളർത്തിയെടുത്ത് ഗുണം നഷ്ടപ്പെടുത്താതെ ഉണക്കി പാക്ക് ചെയ്ത് മാർക്കറ്റിലെത്തിക്കുന്നു. കുങ്കുമത്തിൽ അടങ്ങിയിരിക്കുന്ന പിക്രോക്രോസിൻ, സാഫ്രനാൽ എന്നിവ സവിശേഷമായ നിറവും മണവും നൽകുന്നു. പേർഷ്യൻ, അറബിക്, യൂറോപ്യൻ പാചകവിധികളിൽ പലതിലും കുങ്കുമപ്പൂക്കൾ ഒരു സവിശേഷ ചേരുവയാണ്. വിലയേറിയ മധുരപലഹാരങ്ങളിലും മുന്തിയ മദ്യങ്ങളിലും നിറം പകരാനായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യക്ക് കുങ്കുമം കൂടുതൽ ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല. ഇന്ത്യക്കുള്ള കുങ്കുമം കശ്മീർ നൽകും. ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനമായ കുങ്കുമത്തിന്റെ ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്നതും കശ്മീരാണ്. കുങ്കുമ ഉൽപാദനത്തിന് ഉത്തേജനം നൽകുന്നതിനായി കേന്ദ്ര കൃഷി ഉൽപാദക മന്ത്രാലയം 2010 7 വർഷത്തേക്ക് 400 കോടി രൂപ അനുവദിച്ചിരുന്നു. കുങ്കുമ ഉൽപാദനത്തിന് ഉത്തേജനം നൽകാനായി കേന്ദ്ര കൃഷി മന്ത്രാലയം 2010 7 വർഷത്തേക്ക് 400 കോടി രൂപ പദ്ധതി ചെലവിൽ കുങ്കുമം സംബന്ധിച്ച ദേശീയ ദൗത്യം ആരംഭിച്ചിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1996 പാമ്പോറിൽ 5707 ഹെക്ടർ സ്ഥലത്ത് കുങ്കുമ കൃഷി ചെയ്തിരുന്നു. ഇതിപ്പോൾ 3500 ഹെക്ടറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. സൂര്യോദയത്തിലാണ് കുങ്കുമപ്പൂവ് പറിക്കുക. പൂവിന് ക്ഷമതയേൽക്കാതെ വേണം ഇത് അടർത്തിയെടുക്കുവാൻ. ഇതിനായി പ്രത്യേക പരിശീലനം ആവശ്യമാണ്. മുയലുകൾ കുങ്കുമച്ചെടിയുടെ ഇലകൾ ഭക്ഷിക്കുന്നതിനാൽ വേലി കെട്ടി അവയുടെ പ്രവേശനം തടയാറുണ്ട്. പൂക്കൾ അതിരാവിലെ പറിച്ചെടുത്ത ശേഷം ചുവന്ന നിറത്തിലുള്ള നാരുകൾ വേർതിരിച്ചെടുത്ത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല വായു സഞ്ചാരമുള്ള ഭക്ഷണം ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയറിൽ 45 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ 15 മിനിറ്റ് വെച്ച് ഉണക്കിയാണ് കുങ്കുമപ്പൂവ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.